മദീനയിൽ മസ്ജിദുൻ നബവിയെയും മസ്ജിദുൽ ഖുബായിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മനോഹരമായ നടപ്പാതയുണ്ട്. കല്ലുപാകിയ ഈ നടപ്പാതയ്ക്ക് പറയാൻ ഒരു വലിയ ചരിത്രമുണ്ട്. ഖുബ മസ്ജിദിന് മുമ്പിൽ നിന്നും ബാറ്ററി ക്യാബുകൾ മസ്ജിദുൻ നബവിയിലേക്ക് ഈ നടപ്പാതയിലൂടെ സർവീസ് നടത്തുന്നുണ്ട്. ഒരാൾക്ക് 10 റിയാൽ വീതമാണ് ചാർജ് ഈടാക്കുന്നത്. ഖുബ മസ്ജിദിന്റെ ഫ്രണ്ടിലുള്ള ഖുബ സ്ക്വയറിൽ നിന്നും തുടങ്ങി മസ്ജിദുൻ നബവിയുടെ ഫ്രണ്ടിൽ അവസാനിക്കുന്ന 4 കിലോമീറ്റർ ദൂരമുള്ള യാത്ര. മദീനയിലെത്തുന്ന വിശ്വാസികൾക്ക് മസ്ജിദുൻ നബവിയിൽ നിന്നും ഖുബ മസ്ജിദിലേക്കും തിരിച്ചും എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനുള്ള ഒരു എളുപ്പ മാർഗം എന്നതിലുപരി വലിയൊരു ചരിത്രമുണ്ട് ഈ പാതയ്ക്ക്. ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റയുടെ 1-ാം വർഷം നിർമ്മിക്കപ്പെട്ട ഖുബ മസ്ജിദിലേക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ശനിയാഴ്ചകളിലും സന്ദർശനം നടത്താറുണ്ടായിരുന്നു. മസ്ജിദ് നബവിയിൽ നിന്നും അസർ നമസ്കരിച്ചതിന് ശേഷം ഈ വഴിയിലൂടെ നടന്നോ ഒട്ടകപ്പുറത്തോ ഏറിയാണ് ഖുബ മസ്ജിദിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരുന്നത്. റസൂലിന്റെ പാദസ്പർശമേറ്റ ഈ പാത കല്ലുപാകിയും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചും മനോഹരമാക്കി നിലനിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൗദി ഭരണകൂടം. പാതയ്ക്കിരുവശവും ചെറിയ കച്ചവട സ്ഥാപനങ്ങളും അങ്ങാടികളും പള്ളികളുമൊക്കെയായി മനോഹരമായ ഒരു യാത്രാനുഭവം സമ്മാനിക്കുന്നുണ്ട് ഇപ്പോൾ. മദീനയിലെത്തുന്ന ഏതൊരു വിശ്വാസിയും ഈ ചരിത്രമുറങ്ങുന്ന പാതയിലൂടെ ഒരിക്കലെങ്കിലും സഞ്ചരിക്കാൻ ശ്രമിക്കണം.